ബോംബ് സ്റ്റാർ ധ്യാൻ ശ്രീനിവാസൻ. ഇനി തൊട്ട് ധ്യാൻ ചേട്ടൻ നമ്മൾ ബഹുമാനം കൊടുത്ത് സംസാരിക്കണം. ആളുടെ ഒരു പടം ഞാൻ ഇന്നലെ കണ്ടു. വള സൈന പ്ലേയിലാണ് സ്ട്രീം ചെയ്യുന്നത്. ആള് മാത്രമല്ല, നമ്മുടെ ലുക്മാൻ ഒക്കെ ഉണ്ട്. ലുക്മാൻ ഒരു സമയത്ത് സ്ക്രിപ്റ്റ് സെലക്ഷനിൽ വൻ കിടുവായിരുന്നു. ഈ സുലേഖ മൻസില്, അതേപോലെ തന്നെ പെരുമാനി, അതൊക്കെ കിടു പടങ്ങളാണ്. ഈ ഇടയ്ക്ക് അണ്ണന്റെ ഒരു ജട്ടി മോഷണം പോയ ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുണ്ടന്നൂരിലെ കുൽസിത ലഹള. വൈ ബ്രോ, വാട്ട് ബ്രോ, ദിസ് ഈസ് റോങ് ബ്രോ. നിങ്ങളുടെ ഇതൊക്കെ നമ്മൾ കിടു പടങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്, ഇജാതി പേക്കൂത്ത് അപരാധങ്ങളല്ല. ആൻഡ് കമ്മിങ് ബാക്ക് ടു വള, ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വേഫഴ ഫിലിംസ്, DQ ഗാരു, ദുൽഖർ സൽമാന്റെ വേഫഴ ഫിലിംസ് ആണ് ഇത് പ്രസന്റ് ചെയ്ത് കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞാനിങ്ങനെ ഡൗട്ട് അടിച്ചിരുന്നു. ലിറ്ററലി ഐ വാസ് ഷോക്ക്. ബോംബ് ഫാക്ടറിയിലൊക്കെ അണ്ണൻ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയോന്ന്. പിന്നെ എനിക്ക് തോന്നിയ അണ്ണൻ ഒന്നും കാണാതെ ഇൻവെസ്റ്റ് ചെയ്യില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു സീനിലാണ് തുടങ്ങുന്നത്. ഞാൻ അപ്പൊ തന്നെ ഞെട്ടി. ധ്യാൻ ശ്രീനിവാസന്റെ പടത്തിൽ ഇതൊന്നും പതിവില്ലല്ലോ ഡേ. പിന്നെ വന്നിട്ട് ഒരു വളകാരൻ ഉണ്ടാവുന്ന പ്രശ്നങ്ങള്, പുകിലുകൾ, ഇതൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. വള മഹാത്മ്യം ഒക്കെ ആദ്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് ഈ സിനിമയുടെ പോയതുപോലെ ഞാൻ അറിഞ്ഞില്ല. ആക്ച്വലി ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതുകൊണ്ട് ഫ്ലോസ് ഇല്ല എന്നൊന്നും പറയുന്നത്, ഡെഫിനറ്റ്ലി ഫ്ലോസ് ഉണ്ട്. സ്റ്റിൽ ദിസ് ഇസ് എ വെരി നൈസ് ഫിലിം. നല്ലൊരു വെറൈറ്റി പടമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. എല്ലാവരുടെ കാര്യം എനിക്ക് അറിയില്ല. ഇതിന് 4 മെയിൻ ക്യാരക്ടേഴ്സ് ഉള്ളൂ. ധ്യാന്റെ ഭാര്യ റവീന ആൻഡ് ലുക്മാന്റെ ഭാര്യ ഒരു കൊച്ചു. ഏതാ കൊച്ചെന്ന് എനിക്കറിയില്ല. ആ കൊച്ചു ഒരു ഇല്ലത്തെ കുട്ടിയായിട്ടാണ്. ആൻഡ് ഷീ ലുക്സ് ഡാം ബ്യൂട്ടിഫുൾ. കിഡു ലുക്കായിരുന്നു. അതായത് ശരിക്കും ഒരു ഇല്ലത്തെ കുട്ടിയെ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പെർഫോമൻസ് അത്യാവശ്യം കൊള്ളായിരുന്നു. അതേപോലെ തന്നെ ധ്യാൻ ഇതിലൊരു സൈക്കോ അല്ലെങ്കിൽ ഒരു സൈക്കിക് ക്യാരക്ടർ, ഒരു ഗ്രേ ഷെയ്ഡഡ് ക്യാരക്ടർ ആണെന്നുള്ള പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും. അതിലും വലിയ സൈക്കോ ആയിരുന്നു ഇതിൽ ധ്യാന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച റവീന. ഇതിൽ അക്ഷയ കേന്ദ്രത്തിൽ വെച്ചൊരു സീൻ ഉണ്ട് മോനെ. 2-3 സീനിലാണ് എനിക്ക് അങ്ങോട്ട് എന്റെ രക്തം അങ്ങോട്ട് തിളച്ചത്. അതിലൊന്ന് അക്ഷയ കേന്ദ്രത്തെ സീനാ. ഇവര് ബോറാക്കിന്നല്ല, കിടു പെർഫോമൻസ് തന്നെയായിരുന്നു. അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ എന്ന് പോകുമ്പോഴുണ്ടാവും കുറെ അലവലാദികൾ ഉണ്ടാവും. എന്താ ഇവരുടെ തറവാട്ടിൽ നിന്നാണ് സാധനം എടുത്ത് തരുന്ന പോലുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. വീട്ടിൽ വലിയ വകയൊന്നും ഇല്ലാണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ അംബാനിയുടെ മോളായിട്ടൊന്നുമില്ല. എന്നിട്ട് ആറ്റിറ്റ്യൂഡിനോ ഒരു പഞ്ഞൂല. ആ ഒരു സീനിൽ ലിറ്ററലി എന്റെ ഫോണും എന്റെ TV ആയിട്ട് മാത്രം ഞാൻ തല്ലി പൊട്ടിച്ചുള്ളൂ. അത്രയ്ക്ക് കലി കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഇല്ലത്തെ കുട്ടി ഇല്ലത്തുനിന്ന് വന്നിട്ട് നമ്മുടെ ലുക്മാനെ കല്യാണം കഴിക്കും. ലുക്മാനെ കല്യാണം കഴിച്ചിട്ട് ആ കൊച്ചു പറയും, എനിക്ക് വള വേണം, ഐ ഡിസേർവ് ബെറ്റർ, എന്റെ സ്റ്റേറ്റസ് ഇതൊന്നും അല്ല. അങ്ങനെ സ്റ്റേറ്റസ് ഇതൊന്നും അല്ലെങ്കിൽ അവനവൻ പോയി ജോലി ചെയ്യണം, എന്നിട്ട് പൈസ ഉണ്ടാക്കണം, വളയ മാല തേങ്ങാക്കൊല മേടിക്കണം. അല്ലാതെ വല്ലവന്റെ ചെലവ് ജീവിക്കുമ്പോൾ ഇജാതി കൊണച്ച ഡയലോഗ് അടിക്കരുത്. ആൻഡ് ധ്യാനിന്റെ ഒരു സൈക്കിക് സാധനം ഉണ്ട് ഇതിലും. അത് കിടുവായിരുന്നു. ലിയോയില് മറ്റേ വിജയ് ഇങ്ങനെ ദൃശ്യ സ്വപ്നം കാണില്ലേ, വിജയ് ഇങ്ങനെ മൊത്തം രക്തമൊക്കെ കുളിച്ച് വന്ന് നിൽക്കണ അതേപോലത്തെ ധ്യാനിന്റെ ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് റിയലി നൈസ്. ആൻഡ് ടുവേർഡ്സ് എൻഡ് ലുക്മാന്റെ ഇവർ തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോൾ ഒരു ബാനർ വീഴും, ഫ്ലെക്സ് വീണിട്ടു സാധനം. അത് ഗൂസ് ബംസ് അടിച്ചു, ലിറ്ററലി ഗൂസ് ബംസ് അടിച്ചു. ആ സാധനത്തില് ഫ്ലോസ് ഒക്കെ ഉണ്ട് കേട്ടാ, ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൽ അവിഞ്ഞ തൊലിഞ്ഞ പ്രേമമായിരുന്നു കേട്ടാ, ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കിസ് അടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ലോഡ് പാട്ട് 5 മിനിറ്റ് കൂടുമ്പോൾ കുത്തിക്കേണ്ട, അതൊക്കെ വൻ വെറുപ്പിക്കുന്ന പരിപാടി തന്നെയായിരുന്നു. സ്റ്റിൽ ഇവരുടെ ഈഗോ ക്ലാഷ് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് ദിസ് ഇസ് എ നൈസ് വാച്ച് ആയിട്ട് എനിക്ക് തോന്നി. ഈ സിനിമയിൽ ആകെ ഒരു മിസ്കാസ്റ്റ് ഗോവിന്ദ് വസന്ത മാത്രമാണ്. അണ്ണനെ കൊണ്ട് പറ്റൂല. അത് ഭയങ്കര ഒരു മിസ്കാസ്റ്റ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആൻഡ് ടുവേർഡ്സ് എൻഡ് മെസ്സി വേഴ്സസ് റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അതൊന്നും എനിക്ക് വർക്കായില്ല. ഈഗോ ക്ലാഷ് പറഞ്ഞ ഔട്ട് ആൻഡ് ഔട്ട് ഈഗോ ക്ലാഷിലോട്ട് പോവാം. ഇത് ഈഗോ ക്ലാഷിന്റെ ഈ പാല് തിളച്ച് പൊന്തി നിൽക്കുന്ന സമയത്ത് ഇമോഷൻ സീൻസ് ഒക്കെ കൊത്തി കയറ്റുന്നത് വൻ ശോക പരിപാടിയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. വിജയരാഘവൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു ക്യാരക്ടറിന്റെ ആവശ്യം എന്താണ് ഈ സിനിമയിൽ? ഇവരുടെ ഈഗോ ക്ലാഷ് പോലെ അങ്ങോട്ട് പോട്ടെ, രണ്ടും കൂടി തല്ലിച്ചാവട്ടെ. ആ ഒരു ലെവലിലോട്ട് പോയിന്റ് വെച്ച പടം ഒന്നും കൂടി കയറിയാണ്. തിങ്സ് വുഡ് ഹാവ് ബീൻ ഈവൻ ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിൽ എനിക്ക് നല്ലൊരു സിനിമയായിട്ട് വന്നു. ധ്യാൻ ശ്രീനിവാസിന്റെ ധ്യാൻ യൂണിവേഴ്സ്, ബോംബ് യൂണിവേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിനെക്കാളും നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ചിലവര് പറയും ഇത് വൻ ബോർ പടം. ഇറ്റ് ഹാപ്പൻസ് ബ്രോ. കാരണം തയ്യൽ മെഷീൻ പടമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും ചവറ്. ഞാൻ പറഞ്ഞപ്പോ അത് നല്ല പടമാണ്. ഗായത്രി സുരേഷിന്റെ നല്ല പെർഫോമൻസ് പറയുന്ന ആൾക്കാരുണ്ട്. സോ 100% ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്ത് സിനിമ എടുക്കല് പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. സോ വേണ്ടവർ കണ്ടു നോക്കുക. സൈന പ്ലേയിൽ അവൈലബിൾ.